ഹലോ. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടാണ്. ഞാൻ അങ്ങനെ റെഗുലറായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ കുറേ നാളായിട്ട് എനിക്ക് ബിഗ് ബോസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പല ആളുകളും ബിഗ് ബോസ് കണ്ടിട്ട് ഞാൻ കണ്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ സീസൺ ഞാനൊരുവിധം ലൈവ് ഒക്കെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ഈ വർഷത്തെ കണ്ടന്റ് മൊത്തം അനുമോളാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഫിനാലെ വീക്കിലും അനുമോളുടെ PR ആണ് വിഷയം. ഇപ്പം എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ കുറേ എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ ആയിക്കോട്ടെ, ഇവിടെയുള്ള ആളുകൾ ഒരുപാട് പേർക്ക് അനുവിന് ഇഷ്ടമുണ്ട്. അപ്പോൾ PR വോട്ട് മാത്രമാണ് അനുവിന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എനിക്കതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. എത്രയോ ആളുകൾ ഞാൻ ഇവിടെ തന്നെ അനുവിന് വോട്ട് ചെയ്യണമെന്ന് അതായത് ഒരു ബന്ധമില്ലാത്ത റാൻഡം ആളുകൾ തന്നെ. ഞാൻ വർക്ക് ചെയ്ത് അബ്രോഡാണ്, ഞാൻ അതാ പറയുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ സർക്കിളിൽ തന്നെ നമുക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പം ജെനുവിൻ ഓഡിയൻസ് ഇഷ്ടം പോലെ ആ കുട്ടിക്കുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അവർ കളിച്ച ഗെയിമിനെയും എല്ലാത്തിനെയും PR എന്ന് പറഞ്ഞിട്ട് ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം എന്ന് അറിയില്ല. ഈ പുറത്ത് ഒരുപാട് എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ വരുന്നവരോടും പോകുന്നവരോടൊക്കെ ചോദിക്കുന്നേക്കാം അനുവിൻ്റെ PR-നെ പറ്റി അഭിപ്രായം. അപ്പം അത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഡീഗ്രേഡിന് ഇട്ട് കൊടുക്കുകയാണ്. അവരവിടെ നിൽക്കുന്നത് ഇങ്ങനെ ക്യാഷൊക്കെ കൊടുത്തിട്ടാണ് ഒരു ഗെയിമും കളിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ അനു ബിഗ് ബോസ് കയറിയ രൂപവും ഇപ്പോഴത്തെ അനുവിൻ്റെ കോലവും കൂടി കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് സർവൈവ് ചെയ്താണ് ആ കുട്ടി അവിടെ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. എനിക്കൊന്ന് വേറെ ആരും അത്തരത്തിലൊരു രൂപമാറ്റം പോലും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇപ്പം ഇന്ന് ഞാൻ വന്ന എന്താ എനിക്ക് പറയണം എന്ന് തോന്നിയെന്ന് വെച്ചാൽ ഒരു പ്രമോ വന്നിട്ടുണ്ട്. ഇനി 2 ദിവസം കൂടി ബിഗ് ബോസ് ഉള്ളൂ. അതിലും വിഷയം അനു കരയുന്നുണ്ട്, അക്ബർ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ ഇതിലെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില നൂറ അവർ അക്ബറിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അനു മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷമാണ് അവർക്ക് അക്ബറിനോട് ഒരു അകൽച്ച വന്നിരിക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണോ സംഭവം? ആദ്യത്തെ ആഴ്ചയോ 2ാമത്തെ ആഴ്ചയോ അക്ബറിന്റെ ഉമ്മ വീട്ടിൽ നിന്ന് വിളിച്ച സമയത്ത് നമ്മുടെ നൂറ ആദിലോട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അക്ബറിന്റെ ഉമ്മ നമ്മളെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു ടോക്കിൽ നിന്നാണ്, അത് ഉണ്ടായതാണോ ഇല്ല എന്ന് നമ്മൾ പ്രേക്ഷകർ കണ്ടിട്ടില്ല. ആ ഒരു സംഭവത്തിൽ നിന്നാണ് അക്ബറിനോട് ഈ ആദിലയ്ക്കും നൂറയ്ക്കും വളരെയധികം ഗ്രഡ്ജ് വന്നത്. അതിനുശേഷം ഈ അക്ബർ പുട്ടിന് പീര ഇടുന്ന പോലെ തന്നെ 24 മണിക്കൂറും ദിയാസന മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നുള്ള ഒരു ടോപ്പിക്ക് ഫണ്ണായിട്ടോ എന്തിനോ പറഞ്ഞതും അവർക്ക് ശരിക്കും കൊണ്ടിട്ടുണ്ട്. അപ്പം അവർക്ക് അദ്ദേഹത്തിനോട് ഒരു എന്താ പറയുക വല്ലാത്തൊരു ദേഷ്യമോ ഗ്രഡ്ജോ എല്ലാം ഉണ്ടായിരുന്നു. എനിക്കൊരു സംശയം, ഇവർ പറഞ്ഞു കൊടുത്തിട്ടാണോ അകാരണമായിട്ട് അനുവിന് അക്ബറിനോട് ഒരു ദേഷ്യം വന്നിരുന്നതെന്ന് അറിയില്ല. അനു എന്ന് പറയുന്നത് ഫ്രണ്ട്സിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. സോ അവരുടെ മാനിപ്പുലേഷനിൽ അനുവാണ് വീണിരിക്കുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് എന്തിനാണ് ഇങ്ങനെ മാറ്റി പറയുന്നതെന്ന് അതിലേക്ക് നൂറയ്ക്ക് മാത്രമേ അറിയുള്ളൂ.